ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇപ്പം നോയമ്പിൻ്റെ സമയമാണല്ലോ, അപ്പോൾ നോയമ്പ് തുറയ്ക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റത്തേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചാൽ നന്നായിരിക്കും. ഇപ്പം ഞാനിത് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഈന്തപ്പഴമാണ്. അതുപോലെ തന്നെ 10 കാഷ്യൂ നട്ടൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഒഴിക്കുന്നില്ല, ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി പാലൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ഇതൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഈ പാല് പോരാ, കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 കപ്പ് പാലാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരം അനുസരിച്ചാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ തേൻ ചേർക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിലും ചേർക്കാവേ. ഇപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പം മധുരം ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ചേർത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് കൂടെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ മിക്സ് ചെയ്യുന്നില്ല, പകരം ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാവേ. ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കുറച്ച് ഡേറ്റ് സിറപ്പ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നമ്മൾ ഈ ജ്യൂസിൻ്റെ അകത്ത് ഈന്തപ്പഴം ഉപയോഗിച്ചേക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ സിറപ്പ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വലിയൊരു ഗ്ലാസ്സിലാണ്. 3-4 പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ട് ഇത്. ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഐസ്ക്രീം ചേർക്കണമെന്നില്ല. ഐസ്ക്രീം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നോമ്പുതുറയുടെ സമയത്ത് ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇപ്പം മാങ്ങയുടെയും സീസണാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം വേറെ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്